ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് പ്രിൻസ്. ഞാനും എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങളോടൊപ്പം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, അതായത് നമ്മുടെ പലതരം തട്ടിപ്പുകളെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ മലയാളികൾ സ്വാഭാവികമായും പറ്റിക്കപ്പെടുന്ന പലതരം തട്ടിപ്പുകൾ, അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിരുന്ന ഒരു വീഡിയോ ആണ്, ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോകൾ ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പെടുന്ന ഒരു വീഡിയോ ആണ് ഈ നറുക്കെടുപ്പ് തട്ടിപ്പ്. ഇപ്പോൾ നമ്മുടെ പൊതുജനത്തിന്റെ ഒരു അവബോധമില്ലായ്മയാണ് പൊതുവെ ഇത്തരക്കാര് ഈ തട്ടിപ്പുകൾ നടത്താനായിട്ട് കണ്ടുപിടിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇവർ വരുന്നത് ഒരു ബിസിനസ്സിൽ തകർന്നു പോയ ഒരു മനുഷ്യന്റെ കഥ പറഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു രോഗിയുടെ കഥ പറഞ്ഞിട്ടായിരിക്കും. ഇങ്ങനെയുള്ള രീതിയിൽ തട്ടിപ്പ് നടത്തുന്ന ആൾക്കാർ, നിങ്ങൾക്ക് ആ പാണ്ടിക്കാട് കുഞ്ഞൻ എന്ന് പറയുന്ന യൂട്യൂബർ ചെയ്തിട്ടുള്ള വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അറിയായിരിക്കും. പലരും അത് കണ്ടിട്ടും ഉണ്ടാകും. ആ നറുക്കെടുപ്പിന്റെ വീഡിയോ അത് ശുദ്ധ തട്ടിപ്പാണെന്നുള്ളത് നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം. അപ്പം അതിനെതിരെ തെളിവുകളുമായിട്ട് പല പ്രശസ്ത യൂട്യൂബേഴ്സും വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ മിറർ കേരള എന്ന് പറയുന്ന ചാനലിന്റെ ആള് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ സീക്രട്ട് ഏജന്റ് സായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. തെളിവ് സഹിതം ഇവരെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നെല്ലാം അത് തട്ടിപ്പാണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. എന്നിരുന്നാലും ഇനിയും നമ്മുടെ മലയാളികൾ ഇതുപോലുള്ള തട്ടിപ്പുകളിൽ ചെന്നപ്പെടും. അതിനുള്ള ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമാണ് ഇപ്പൊ ഖാദർ കരിപ്പൊടി എന്ന് പറഞ്ഞിട്ട് ഒരാള് ഒരു രോഗിയുടെ വീഡിയോ വെച്ചിട്ട് വരുന്നുണ്ട്. അപ്പൊ ഞാൻ പല പ്രാവശ്യം ആ വീഡിയോയിൽ ഞാൻ ചോദിച്ചു, എനിക്കും ഒരു ടിക്കറ്റ് എടുത്താൽ കൊള്ളാമെന്നുള്ള ഒരാളാണ്. കാര്യം ആ ഒരു രോഗി ഒരു സഹായമാകുന്നെങ്കിൽ ആയിക്കോട്ടെ. പക്ഷേ ഞാൻ ആ വീഡിയോയുടെ താഴെ പലതവണ ചോദിച്ചു, ഇത് ആ പറയുന്ന രോഗിയുടെ പേരിലുള്ളതാണ് ഈ വീടും വസ്തുവും എന്ന് നിങ്ങൾക്ക് ഒരു തെളിവ് ഇതിൽ കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അവർ ആ മെസ്സേജ് കണ്ടതായി പോലും നടിക്കുന്നില്ല. അപ്പൊ നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, ഇതുപോലുള്ള തട്ടിപ്പുകൾ വരുമ്പോൾ നമ്മൾ അതിനകത്തുള്ള ഒരു തെളിവുകൾ ചോദിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നമ്മളത് ചോദിച്ചതിന് ശേഷം മാത്രം സഹായം ചെയ്യുക. കാരണം ഈ യൂട്യൂബർമാര് കുറെ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിക്കഴിയുമ്പോൾ അവർ ചെയ്യുന്ന പരിപാടി എന്താന്ന് പറഞ്ഞാല്, ഇതുപോലുള്ള തട്ടിപ്പുകൾ ഇത് മാസ് ഗ്യാതറിംഗ് ആണ്. ഒരു ചെറിയ എമൗണ്ടിന്റെ മാസ് ഗ്യാതറിംഗ് ആണ്. അതായത് ഒരു 7 ലക്ഷം, ഈ പാണ്ടിക്കാട് കുഞ്ഞൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു 7 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പൊ ഈ 7 ലക്ഷം സബ്സ്ക്രൈബേഴ്സും അയാൾ ഒരു വീഡിയോ ഇട്ടാൽ അത് കാണാൻ സാധ്യത ഉള്ളതാണ്. അപ്പോ അത് ലക്ഷ്യം വെച്ചിട്ടാണ് ഇവരുടെ ഈ തട്ടിപ്പുകൾ നടക്കുന്നത്. അപ്പൊ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, സോഷ്യൽ മീഡിയ എങ്ങനെ ഇതിന് യൂസ് ചെയ്യപ്പെടുന്നു എന്നുള്ളത്. ഇപ്പോൾ എല്ലാവരും വീഡിയോ കുറച്ച് ബോറായിരിക്കും, പബ്ലിക് ഇൻട്രസ്റ്റ് ടോപ്പിക് ആയതുകൊണ്ട്. അപ്പോൾ കുറച്ച് ഒന്ന് കാണുക ഫുള്ള്. കാര്യം ഇതുപോലൊരു തട്ടിപ്പിൽ നാളെ നിങ്ങളും പെട്ടുപോയേക്കാം. ഇനി ആദ്യം എനിക്ക് പറയാനുള്ള, ഈ യൂട്യൂബേഴ്സും ഫേസ്ബുക്കിൽ കണ്ടന്റ് ഇടുന്ന ഞാൻ ഉൾപ്പെടെ ഒരു റീച്ചിനാണ് നമ്മൾ ഈ കോണ്ടന്റ് ഇടുന്നത്. അപ്പോൾ അത് ഇടുന്നത് എങ്ങനെ അവർക്ക് വരുമാനം ലഭിക്കുന്നു? ആ കോണ്ടന്റിൽ ഉണ്ടാവുന്ന ഇന്ററാക്ഷൻസ്, അതായത് അത് വ്യൂസ് ആവാം, കമന്റ്സ് ആവാം, ലൈക്സ് ആവാം, ഷെയർസ് ആവാം, എല്ലാം ആവാം. ഇപ്പൊ ഈ ആദ്യമായി പറയട്ടെ, ഈ പാണ്ടിക്കാട് കുഞ്ഞൻ എന്ന് പറയുന്ന വ്യക്തി ആ നറുക്കെടുപ്പ് നടത്തിയതിനു ശേഷം ഒരു ആഘോഷങ്ങളിൽ പങ്കെടുത്ത് അർമാദിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. ഞാനത് ഈ വീഡിയോയ്ക്ക് ശേഷം വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അതെല്ലാം കൂടെ അർമാദിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അതില് നമ്മൾ മലയാളികളുടെ എല്ലാം മുഖത്ത് നോക്കി പുള്ളി കൊഞ്ഞണം കുത്തുകയാണ്. അതുപോലെ തന്നെ പുള്ളി ഇപ്പോൾ ഇടുന്ന വീഡിയോകളെല്ലാം നിങ്ങൾ പോയി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അതിൻ്റെ താഴെ പുള്ളി ഒരു പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ഒരു കമന്റ് കൂടെ ഇടും. അപ്പം നമ്മൾ ഈ അറിയാത്ത ആൾക്കാർ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിന് പോയി മറുപടി കൊടുക്കാൻ നിൽക്കും. യഥാർത്ഥത്തിൽ ഇത് പുള്ളിയെ വളർത്തുകയാണ്. ഇപ്പൊ നിങ്ങൾക്ക് പുള്ളിയെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ആദ്യമായി ചെയ്യേണ്ട ഒരു കാര്യം, പോവുക, അൺഫോളോ ചെയ്യുക. എല്ലാ അക്കൗണ്ടും, യൂട്യൂബ്, ഇൻസ്റ്റ, ഫേസ്ബുക്ക് അൺഫോളോ ചെയ്യുക. ഇതിലും വലിയൊരു അടി അവർക്ക് കിട്ടാനില്ല. അല്ലാതെ നമ്മൾ പോയി കമന്റ് ചെയ്യുന്ന ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ കമന്റ് ചെയ്യുമ്പോൾ അത് നല്ല കമന്റ് ആയിക്കോട്ടെ, ചീത്ത കമന്റ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, അതിൽ ഇന്ററാക്ഷൻ ആണ്. അത് കൗണ്ട് ചെയ്തിട്ടാണ് ഫേസ്ബുക്കും യൂട്യൂബും ഒക്കെ അവർക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്നത്. അത് ചെയ്യാതിരിക്കുക. രണ്ടാമത്തെ കാര്യം, ഇവരിതുപോലെ എന്തെങ്കിലും ഒരു പരിപാടിയായിട്ട് ഇറങ്ങുമ്പോൾ അതിന് തെളിവ് കറക്റ്റ് ആയിട്ട് നമ്മൾ ചോദിക്കുക. കാര്യം നമ്മുടെ ഓരോരുത്തരുടെ അവകാശമാണ്. ഇത് ഒരു കസ്റ്റമർ റൈറ്റ് പോലെയാണ്. നമ്മളൊരു പൈസ കൊടുത്തൊരു സാധനം വാങ്ങിക്കുന്നു, അതിനെക്കുറിച്ചുള്ള എല്ലാ വിശദാംശങ്ങളും അറിയാനുള്ള ഒരു അവകാശം നമുക്കുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കുക. ഇനി ഈ
പാണ്ടിക്കാട് കുഞ്ഞൻ എന്ന് പറയുന്ന വ്യക്തി ഇത്രയും വലിയൊരു തട്ടിപ്പ് നടത്തിയിട്ട് ആ ആഘോഷങ്ങളുടെ ഇടയിൽ ഒരു യൂട്യൂബറോ ആരോ ചോദിക്കുന്നുണ്ട്, വല്ലാത്ത തൊലിക്കെട്ട് തന്നെ. അതിന് പുള്ളിയുടെ ഒരു മറുപടി ഉണ്ട്, അതും വളരെ പുച്ഛഭാവത്തിലാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ കൊടുക്കുന്ന നമ്മുടെ സമയത്തിന്റെ വിലയാണ് ഇവർ അനുഭവിക്കുന്നത്, അതാദ്യം മനസ്സിലാക്കുക. അതുപോലെ പ്രശസ്തരായ യൂട്യൂബർ KL ബ്രോ ബിജു, അതുപോലെ പാണ്ടിക്കാട് കുഞ്ഞൻ, ഇവരെല്ലാവരും വീഡിയോ ചെയ്തിട്ടുണ്ട് ആ നാസർ എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച്. ഇപ്പോൾ നമ്മുടെ സീക്രട്ട് ഏജന്റ് സായിയുടെ ഒരു വീഡിയോയിൽ ഈ നാസർ ആരാണെന്നും എന്താണെന്നും എല്ലാം റിവീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ അതും കണ്ടിട്ടുണ്ടാകണം. കാര്യം പുള്ളി ഒരു ബിസിനസ്മാനോ ഒരു ബിസിനസ്സിൽ തകർന്നു പോയ ഒരു വ്യക്തിയോ അല്ല. അത് ഒരു ഇലക്ഷന് നിന്നിട്ടുള്ള ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. അതിൽ പുള്ളിയുടെ സ്വത്ത് വിവരങ്ങളും കാര്യങ്ങളും എല്ലാം വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഒരു സഹായത്തിന് അർഹതയുള്ള ഒരാളല്ല പുള്ളി. എന്നിട്ടാണ് ഇത്രയും ആൾക്കാര്, അതും ഇവർ 8000 ടിക്കറ്റ് വിറ്റു എന്ന് പറയുന്നു, പക്ഷെ 40,000-ന് പുറത്ത് ടിക്കറ്റ് വിറ്റതായിട്ട് തെളിവുകളുണ്ട്. അതായത് കോടിക്കണക്കിന് രൂപയാണ് അവരെല്ലാരും കൂടെ പറ്റിച്ചോണ്ട് പോയത്. ഈ തട്ടിപ്പിന്റെ മോഡ് നടക്കുന്നത് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും ഒരു 1000 രൂപ കൊടുക്കും. ഇതിന്റെ പിന്നാലെ കേസും വഴക്കൊന്നുമായിട്ട് ആരും പോകില്ല. കാരണം ഈ 1000 രൂപ പോയ കാര്യത്തിന് കേസിന് പോയി കഴിഞ്ഞാൽ 10,000 രൂപ കയ്യിൽ നിന്ന് പോകും. അതുകൊണ്ട് ആരും ഇതിന് അത് അവർക്ക് അറിയാം. അതുകൊണ്ടാണ് ഒരു മൈക്രോ ഫിനാൻസിങ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ സംഖ്യകൾ വെച്ച് ഒരുപാട്, പണ്ടത്തെ പഴഞ്ചൊല്ലിൽ പറഞ്ഞാൽ പല തുള്ളി പെരുവെള്ളം, ആ ഒരു രീതിക്കാണ് ഇവർ ഈ തട്ടിപ്പ് നടത്തുന്നത്, ഇത്രയും വലിയ എമൗണ്ട് ഗ്യാദർ ചെയ്യുന്നത്. അപ്പൊ ഇനിയെങ്കിലും നമ്മൾ ബോധവാന്മാരായിരിക്കുക. ഇതുപോലുള്ള വീഡിയോകൾ കാണുമ്പോൾ, സഹായിക്കാൻ വേണ്ടിയുള്ള വീഡിയോകൾ കാണുമ്പോൾ, നറുക്കെടുപ്പിന് നിങ്ങളൊരു രോഗിക്ക് സഹായമായി ഒരു 1000 രൂപ കൊടുത്തോളൂ, പ്രശ്നമില്ല. ഈ നറുക്കെടുപ്പിന് പ്രൊമോട്ട് ചെയ്യരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇനിയും കൂടുതൽ തട്ടിപ്പുകൾക്ക് വഴിയൊരുക്കും. അതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കുക, സേഫായിട്ടിരിക്കുക. താങ്ക് യു.